ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ മഞ്ഞൊന്നും പെയ്തു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ മഞ്ഞ് മാത്രം പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് നമ്മുടെ ഫിൻലാൻഡിലെ ഷാരീനെയും വിനോദിനെയൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അതുപോലെ ഒരു സംഭവമാണിത്. എന്തായാലും നോക്കി നോക്കാം. പക്ഷെ ഒന്ന് എന്തായാലും കണ്ടു നോക്കാം. നമ്മുടെ ഭൂമിയിൽ പെട്ടെന്ന് അടുത്ത ദിവസം ഐസേജ് സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ഇമാജിൻ ചെയ്തു നോക്കാം. പൊതുവെ നമ്മൾ കേരളത്തിലുള്ളവർക്ക് മഞ്ഞുവീഴ്ചയും ഐസൊന്നും കണ്ടു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥ ആദ്യമൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആയി തോന്നാം. എന്നാൽ ആ ഒരു എക്സൈറ്റ്മെന്റ് വെറും 1-2 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം പിന്നീടാണ് അവസ്ഥകൾ ഗുരുതരമാകാൻ പോകുന്നത്. എന്തെന്നാൽ അന്തരീക്ഷ താപനില അതിവേഗത്തിലായിരിക്കും -ഡിഗ്രിയിലേക്ക് താഴുന്നത്. ഇതുമൂലം നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം തണുത്തുറയും. ഈവൻ നമ്മുടെ വീട്ടിലെ കിണറുകൾ മുതൽ സമുദ്രങ്ങൾ വരെ തണുത്തുറഞ്ഞു പോയേക്കാം. പെട്ടെന്ന് അന്തരീക്ഷ താപനില കുറഞ്ഞതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിക്കും. അതായത് പിന്നീട് അങ്ങോട്ട് നിരന്തരമായി കൊടുങ്കാറ്റുകളായിരിക്കും നമ്മുടെ ഭൂമിയിൽ വീശാൻ പോകുന്നത്. ഈ ഒരു കൊടുങ്കാറ്റ് മൂലം നമ്മുടെ ഭൂമിയിലെ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളുമെല്ലാം തകർന്നു പോകും. എന്നാൽ ഇതൊന്നുമല്ല നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് ഫുഡ് ഷോർട്ടേജ് ആണ്. അതായത് ഭൂമിയിൽ മുഴുവൻ മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാതെ വരികയും അതുമൂലം ലോകം മുഴുവൻ ഒരു ഫുഡ് ഷോർട്ടേജിലേക്ക് പോകും. എന്നാൽ ഈ ഒരു അവസ്ഥ വലിയ കലാപങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും കൊണ്ടെത്തിച്ചേക്കാം. സോ ഇനി നമ്മുടെ കാര്യം നോക്കാം. ഒന്നുകിൽ നമ്മൾ ഭക്ഷണം ലഭിക്കാതെയും കൊടിയ തണുപ്പ് സഹിക്കാൻ വയ്യാതെയും മരണത്തിന് കീഴടങ്ങുകയും പിന്നീട് നമ്മുടെ വീടും പരിസരവുമെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മഞ്ഞു മൂടി പോയേക്കാം. ഇനി അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ. ഇവിടെ ഇല്ല കേട്ടോ. ബങ്കറല്ലോ, ബേസ്മെന്റ് ഇവിടെ ഇല്ല കേട്ടോ. സത്യം ഞാൻ ഓർക്കും. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബേസ്മെന്റിൽ പോയി ഇരിക്കണ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ന്യൂക്ലിയർ പവേർഡ് ഷെൽട്ടറുകൾ, ഇൻഡോർ അഗ്രികൾച്ചർ ഫാമിംഗ് തുടങ്ങിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ഈ ഐസേജിനോട് അഡാപ്റ്റ് ചെയ്ത് അതിജീവിച്ചേക്കാം. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ.